ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൺസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 2017 മോഡലിലുള്ള ഈ ഒരു നിസ്സാൻ മൈക്ര ഓട്ടോമാറ്റിക് CVT വെഹിക്കിളാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു റിവ്യൂ നമ്മൾ ചെയ്യാനുള്ളൊരു കാരണം, അടുത്ത് തന്നെ നമ്മളുടെ ഈ വണ്ടി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇത്രയും വർഷം നമ്മൾ 5 വർഷത്തോളമായി നമ്മൾ ഈ വാഹനം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് മെയിൻലി ഞാൻ നോക്കുന്നത്. ഇതേവരെ നമ്മളുടെ വീഡിയോയിൽ ഒന്നും നമ്മളുടെ ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള റിവ്യൂ അല്ലെങ്കിൽ ഒരു കമൻറ്റോ ഞാൻ പറഞ്ഞിട്ടില്ല. അതിന് കാരണം നമ്മളുടെ വീഡിയോയിൽ വെഹിക്കിൾ റിവ്യൂസ് അധികം ചെയ്തിട്ടില്ല. കൂടുതൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ കേരളത്തിൽ കാണാറുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക് വണ്ടികളോട് എല്ലാവർക്കും ഒരു ചെറിയൊരു അകൽച്ചയുണ്ട്. അതിൻ്റെ മെയിൻ കാരണം ഓട്ടോമാറ്റിക് വണ്ടികൾക്ക് കൂടുതൽ ഫ്യൂവൽ കൺസംഷൻ ഉണ്ട് എന്നുള്ള ഒരു ധാരണയും, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന് ഒരുപാട് മെയിൻ്റനൻസ് കോസ്റ്റ് വരും എന്നുള്ള ഒരു ധാരണയൊക്കെയാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. എത്രത്തോളം മെയിൻ്റനൻസ് കോസ്റ്റായി എനിക്ക് ഈ ഒരു 5 വർഷത്തേക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്യൂവൽ കോസ്റ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഈ കാണുന്നതാണ് നിസ്സാൻ മൈക്ര 2017 മോഡൽ. ഇതൊരു ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. കൂടാതെ ഇതിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് CVT ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സിമ്പിളായിട്ട് ഒരു സിറ്റി ഡ്രൈവിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി വെഹിക്കിൾ തന്നെയാണ്. വളരെ വലിപ്പം കൂടുതൽ ഒന്നും തോന്നിക്കില്ല എങ്കിലും നമുക്ക് അകത്ത് കയറിയാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു വെഹിക്കിൾ കൂടിയാണ് ഇത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്, ഇത്രയും നാൾ നമ്മളിത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ടബിലിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് CVT ഗിയർ ട്രാൻസ്മിഷൻ സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ഡ്രൈവിംഗ് അത്യാവശ്യം നല്ല സ്മൂത്താണ്. അതായത് നമ്മളുടെ നോർമൽ AMT ട്രാൻസ്മിഷൻ ഉള്ളതുപോലെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫീലൊന്നും ഇതിന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ CVT ടെക്നോളജിക്ക് എപ്പോഴും കുറച്ചുകൂടെ ഫ്യൂവൽ കൺസംഷൻ അധികമാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ, ഇതിൻ്റെ ഒരു ഗ്രില്ലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന മോഡലിനെ അപേക്ഷിച്ച് ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് 2017 ഒരു ജൂൺ ജൂലൈ ഒക്കെ കഴിഞ്ഞിട്ട് വന്ന ഒരു അപ്ഗ്രേഡേഷനിൽ നമുക്ക് ഇതിൻ്റെ വൈപ്പർ റെയിൻ സെൻസറൊക്കെ വന്നിട്ടുള്ള പുതിയൊരു വൈപ്പർ സംഭവമൊക്കെ വന്നായിരുന്നു. ഈ വണ്ടി തന്നെ നമ്മൾ ഫുൾ ഓപ്ഷനാണ് എടുത്തിട്ട്, എന്നിരുന്നാൽ പോലും നമുക്ക് ആ ഒരു അപ്ഗ്രേഡേഷൻ കിട്ടിയില്ല. കാര്യം നമ്മൾ മെയ് മാസമാണ് 2017 ഇത് എടുത്തിരുന്നത്. ഇതിൻ്റെ ബാക്കിലത്തെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ, നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെഞ്ച് ടൈപ്പ് സീറ്റിംഗ് അല്ല. അന്നത്തെ സമയത്ത് സ്വിഫ്റ്റിന് ഉണ്ടായിരുന്നത് ഈ ഒരു ബെഞ്ച് ടൈപ്പ് സീറ്റിംഗ് ആയിരുന്നു. സോ ഇതൊരു ബക്കറ്റ് സീറ്റിംഗ് ആയിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ സ്വിഫ്റ്റിനെ അപേക്ഷിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ തന്നെ ആയിരുന്നു ഇത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തെ ഫീച്ചേഴ്സിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, നമുക്കിതിൻ്റെ ഒരു ഡാഷ്ബോർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അന്നത്തെ സമയത്ത് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റവും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ വരുന്ന ഏറ്റവും ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനോ മോഡലിങ്ങോ ഒന്നും ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും ഇതിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി അപേക്ഷിച്ച് മറ്റുള്ള വാഹനങ്ങളിലെ, അല്ലെങ്കിൽ സെഗ്മെൻറ്റിലെ മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരുന്ന ഒരു വെഹിക്കിൾ തന്നെയായിരുന്നു ഫ്രം 2017. സോ നമ്മൾ ഇതിൻ്റെ കൂടെ ടോപ്പ് വേരിയൻ്റ് ആയിരുന്നു എടുത്തിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം ഒക്കെ നമുക്ക് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റിയറിംഗ് വീൽസിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അതായത് ഓഡിയോ അല്ലെങ്കിൽ കോൾസൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസും നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വാവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മ്യൂസിക് സിസ്റ്റം ആയിരുന്നില്ല ഇതെങ്കിൽ പോലും അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ നമുക്ക് ഇതിലും നന്നായി ലഭിച്ചിരുന്നു. പിന്നെ ഇതിൻ്റെ ആ ഒരു ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ, ഡ്യുവൽ ഗ്ലോ ബോക്സ് ആയിരുന്നു നമുക്കിതിന് ലഭിച്ചിരുന്നത്. മുകളിലായിട്ടും താഴെയായിട്ടും ഓരോ ഗ്ലോ ബോക്സ് നമുക്കിതിനകത്ത് ലഭിച്ചിരുന്നു. അപ്പം ഇതിൻ്റെ AC-യെക്കുറിച്ചും ബാക്കിയുള്ള ഡ്രൈവിംഗ് കംഫർട്ടബിലിറ്റിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണെങ്കിൽ, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഈ 5 ഇയറിൽ നമുക്ക് ഈ ഒരു വണ്ടി കാഴ്ചവെച്ചു എന്ന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു
ഡിക്കി സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു സ്പേസ് കിട്ടുന്ന ഒരു വാഹനം തന്നെ ആയിരുന്നു. നമുക്ക് ആവശ്യത്തിന് ഗ്രോസറി സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചാലും അല്ലെങ്കിൽ സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലായിരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു ഫാമിലിക്ക് സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ് തന്നെ ആയിരുന്നു ഇതെന്ന് പറയാം. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ചിനെ കുറിച്ച് അഥവാ നമ്മൾ ഫുൾ ടാങ്ക് ഫ്യൂവൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദൂരം റൺ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങുന്ന സമയത്ത് 15 to 18 കിലോമീറ്റർ കമ്പനി പറയുന്നുണ്ടായിരുന്നെങ്കിലും നമുക്കിത് ആവറേജ് ഒരു ഫുൾ ടാങ്കിന് 36 ലിറ്ററാണ് നമുക്കിതിന് ഫ്യൂവൽ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ആവറേജ് സിറ്റി ഡ്രൈവിനാണെങ്കിൽ നമുക്ക് ഏകദേശം 350 കിലോമീറ്റർ ആയിരുന്നു ഇതിൻ്റെ മൈലേജ്. നമുക്ക് ലോങ് റൈഡ് പോവുകയായിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം 450 കിലോമീറ്ററോളം മൈലേജ് നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രതീക്ഷിക്കാം. ഒരു CVTയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മൈലേജ് ആണ് എന്ന് തന്നെ പറയാം. സോ ഡ്രൈവിംഗ് കംഫർട്ടബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിത് ഏകദേശം കറൻ്റ്ലി റൺ ചെയ്തിട്ടുള്ളത് 16,600 കിലോമീറ്റേഴ്സാണ്. അപ്പം നമ്മൾ എവിടെ എത്ര ദൂരത്ത് പോയിരുന്നാൽ പോലും നമ്മളുടെ ഈ നാട്ടിലത്തെ റോഡിനെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ ഒരു വലിയൊരു SUVയിൽ പോകുന്ന ആ ഒരു ഫീലൊന്നും നമുക്ക് ഇതുപോലുള്ള വാഹനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ മാനുവൽ ഗിയർ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് CVT വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് കംഫർട്ടബിലിറ്റി തന്നെ ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം നമ്മളിപ്പോൾ ഏകദേശം ഒരു ആവറേജ് 150 to 200 കിലോമീറ്റേഴ്സ് ഇതുപോലുള്ള വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ള വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ടയർഡ്നെസ് വളരെ കുറവായിരിക്കും. സോ ഈ ഒരു സമയത്ത് നിസാൻ മൈക്ര പോലൊരു വെഹിക്കിളിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് വൈസിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിലും ബെറ്റർ വെഹിക്കിൾ ഒരുപാടുണ്ട്. കമ്പാരിറ്റീവ്ലി ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ടാറ്റയുടെ വെഹിക്കിൾ ആണെങ്കിലും അതല്ലെങ്കിൽ നിസാൻ തന്നെ പുതിയ വെഹിക്കിൾസ് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇതിലും മികച്ച വെഹിക്കിൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് ആളുകൾ വാങ്ങിയ ഈ ഒരു കാറ് നമുക്ക് ഇപ്പോഴത്തെ ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ സാധിക്കുകയാണെങ്കിൽ ആവറേജ് ഒരു ഈ ഒരു 2017 മോഡൽ ഇപ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റുന്നത് ഒരു 3.5 to 4.5 ലാഖിന് നമുക്കിത് വാങ്ങുകയാണെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമുക്ക് സംസാരിക്കാനുള്ളത് അടുത്ത 10 മുതൽ 15 വർഷത്തിനുള്ളിൽ നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾ ആയിരിക്കും വരുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ഇനി മുതലുള്ള ഒരു വാഹനങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ സാധിക്കില്ല. അതിൻ്റെ മെയിൻ പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പ്രൈസ് റേഞ്ചാണ്. 15 to 28 ലാഖാണ് ഇപ്പോൾ നമുക്ക് ആവറേജ് ഒരു ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു സിറ്റി ഡ്രൈവിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ് നിസാൻ മൈക്ര പോലുള്ള CVT വെഹിക്കിൾ എന്ന് തന്നെ പറയാം. നിസാൻ മൈക്ര എന്ന ഈ ഒരു വാഹനത്തിൻ്റെ യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം കഴിഞ്ഞ 5 വർഷം ഞാനിത് യൂസ് ചെയ്തത് വളരെ കുറച്ച് കിലോമീറ്റേഴ്സേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളെങ്കിലും ആ യൂസ് ചെയ്ത സമയത്തൊക്കെ നല്ല കംഫർട്ടായിരുന്നു. നമ്മളിപ്പോൾ ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ടയർഡ്നെസ് ഒന്നും ഇല്ലാതെ തന്നെ പോകാം. അത് മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് ഇതിനകത്ത് ഗിയർ ഒന്നും ചേഞ്ച് ചെയ്ത് പോകണ്ട. മാത്രമല്ല ഇതിൻ്റെ CVT ആ ഒരു ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് നമുക്ക് അനായാസേന ഡ്രൈവ് ചെയ്യാനുള്ള ഒരു രീതി തന്നെയാണ് എന്ന് പറയാം. നമുക്കിത് മെയിൻ്റനൻസ് നോർമലി വരുന്ന ഓയിൽ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് പാഡ് മാറുക അങ്ങനെയുള്ള സംഭവങ്ങളല്ലാതെ വേറെ മേജർ മെയിൻ്റനൻസ് ഇഷ്യൂ ഒന്നും ഇതേവരെ വന്നിട്ടില്ല. ആകെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വണ്ടി ഇങ്ങനെ മഴയത്ത് ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ അതിൻ്റെ ഗട്ടറിൽ ചെന്ന് വീണിട്ട് ആ ഒരു റിമ്മ് നമ്മളുടെ ടയറിൻ്റെ റിമ്മ് പൊട്ടിപ്പോയി. അത് നമ്മൾ ക്ലെയിം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസ്. കഴിഞ്ഞ 5 വർഷമായിട്ട് എനിക്ക് ഈ വണ്ടി നല്ല ഒരു കംഫർട്ട് തന്നെ ആയിരുന്നു തന്നിരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ വണ്ടി ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇത് നന്നായി സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഈ വണ്ടി ഇങ്ങോട്ട്, അതായത് ഞങ്ങൾ എടുത്തോട്ടെ എന്ന് ചോദിക്കാൻ ആളുകൾ, എന്നെ അറിയാവുന്ന ആളുകളും ഞങ്ങളുടെ നെയ്ബേഴ്സും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൽ
ഞാനിത് ട്രേഡിങ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഈ വണ്ടിക്ക് അവർ പറഞ്ഞു തരുന്ന വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ 4,50,000 രൂപയാണ് ഞാൻ ട്രേഡിങ് ചെയ്യാൻ, അതായത് പുതിയ വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞത്. അതിൽ നിന്ന് കുറച്ചുകൂടെ രൂപ എനിക്ക് എക്സ്ട്രാ വേറൊരാൾ ഓഫർ ചെയ്തപ്പോൾ ഞാൻ അതിലേക്ക് പോകാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. സോ വാങ്ങുന്നവർക്കും ഒരു കാരണവശാലും എന്താ പറയുക, ഒരു ബുദ്ധിമുട്ട് ഈ വണ്ടി കൊണ്ട് ഉണ്ടാവത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ തന്നെ ഇത് കെയർ ചെയ്തത് വളരെ സ്മൂത്തായിട്ടാണ്, അതായത് വളരെ ശ്രദ്ധിച്ചാണ് ഞാനിത് കെയർ ചെയ്തത്. അതുപോലെ തന്നെ വളരെ കുറച്ച് 16,177 കിലോമീറ്റർ മാത്രമേ ഇതേവരെ റൺ ചെയ്തിട്ടുള്ളൂ. സോ വാങ്ങുന്നവർക്കും ഇതൊരു ഉപയോഗം ആണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇന്നത്തെ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് സജീവ് സൈനിങ് ഓഫ്. ബൈ.